ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഉള്ളിൽ വരണമല്ലോ, നമ്മൾ വെറുതെ ഒരു കണ്ടൻറ്റ് കണ്ടുപിടിച്ച് വരുന്നതൊന്നുമല്ല. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നും തോന്നണില്ലെങ്കിലും വരാമെന്നൊക്കെ അങ്ങനെ വിചാരിക്കും. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തില്ലേ നമസ്കാരത്തെക്കുറിച്ച്, അത് ശരിക്കും പറഞ്ഞാൽ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെ പറയണം അങ്ങനെ നോട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്നത് എന്താണോ അതങ്ങനെ ഷെയർ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ആണ് ഞാൻ ഇതിനെന്ത് ഒരു നമ്മൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ അതിനൊരു എന്തെങ്കിലും ഒരു കണ്ടൻറ് നെയിമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അത് ലാസ്റ്റാണ് പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ഞാനിങ്ങനെ സംസാരിക്കാൻ എന്ത് പറയണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പേര് ഒരു ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന, ഇത്രയും തഖ്വയോടുകൂടി, ഇത്രയും നല്ല എന്നെക്കാളൊക്കെ ഒരുപാട് തഖ്വയിൽ വർഷങ്ങളായിട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. എനിക്കതാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാനും, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർഗത്തിൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. എനിക്ക് വളരെ കുറച്ച് പേരാണ് എനിക്കിങ്ങനെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം എനിക്കിതൊന്നും സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ വളരെ കുറച്ച് പേര്, 1-2 പേര് വിളിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇത്രയും പേരുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ ആദ്യമേ ഞാൻ പറയട്ടെ, ഇതെനിക്ക് എന്താ പറയുക, ഇതൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന കണ്ടൻറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് വന്നാൽ അതങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ശരിക്കും ആ ഒരു 1-2 വീഡിയോയിൽ എനിക്ക് കുറേ ഫോളോവേഴ്സൊക്കെ കയറുന്നുണ്ട്. പക്ഷെ ഫോളോവേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ കിട്ടാനോ ഒന്നുമല്ല. ഇപ്പോൾ മോണിറ്റൈസേഷൻ എന്താ പറയുക, റവന്യൂയുടെ കാര്യം, ഇത് നമുക്കിതിൽ ഒരുപാട് ആഡ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഇസ്ലാമിക് മോട്ടിവേഷൻ എന്നുള്ളൊരു ഈ ഒരു സ്പീച്ചിലേക്ക് വരുമ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ടാബ് ഓഫ് ചെയ്തിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊന്നും ഞാൻ അത് നോക്കുന്നില്ല. ഇതിൽ നിന്ന് ഞാനൊരു പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല ചിന്തിക്കുന്നത്. അതിന് ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു ഡ്രീമാണത്. അതിലേക്ക് റബ്ബ് എത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായിരിക്കും എൻ്റെ ഒരു ഹലാലായ വരുമാനം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ അറിയാനും പരിചയപ്പെടാനും എൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമാണ്. ഇതൊക്കെ വരും എന്നുള്ളതും റബ്ബും മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നതാണ്. ഈ ദുനിയാവ് ഏത് രീതിയിലേക്കാണെന്നുള്ളത്, ഇതിൻ്റെ അന്ത്യം എന്താണെന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ഹറാമാക്കി വെച്ചിരിക്കുന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഹറാം ഏത് ഹലാലെന്ന് നമ്മൾ ഇതിലും കൂടുതൽ ആളുകൾ ചിന്തിച്ചിട്ട് വളരെ സൂക്ഷ്മതയിൽ പോകുന്ന ആളുകളുണ്ട്. അതുകൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ഹറാമും എവിടെ ആണ് അതൊക്കെ സൂക്ഷിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന അങ്ങനെ ആണ് ഇപ്പോൾ എൻ്റെ ഒരു രീതി. എൻ്റെ സൗണ്ട് ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞില്ലേ, എൻ്റെ സൗണ്ട് ഹറാമായിട്ട് തോന്നുന്നവർ ഇത് കേൾക്കാതെ വേഗം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ഇതെല്ലാം ഞാൻ പറയുന്ന വാക്കുകൾ ഹറാമിനേക്കാൾ അപ്പുറം റബ്ബിനെക്കുറിച്ചാണല്ലോ. ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുമല്ലോ ഞാനിത് കേൾക്കുമ്പോൾ. അങ്ങനെ തിങ്ക് ചെയ്യുന്നവർ മാത്രം ഇത് ഉൾക്കൊണ്ടാൽ മതി, അല്ലെങ്കിൽ കേട്ടാൽ മതി. അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാം. ഒരിക്കലും നിങ്ങൾക്കിതൊരു നഷ്ടമല്ല. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് തീർച്ചയായും ഓരോന്ന് പഠിക്കുന്നത്. നമ്മൾ മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒന്നും പഠിക്കുന്നതല്ല നമ്മുടെ ഒരു അറിവും ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മൾ ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന സംഭവമാണ്. അത്
നമുക്കതിൽ വിജയിക്കാൻ പറ്റണം. നമ്മൾക്ക് റബ്ബ് തരുന്ന ഓരോ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ എല്ലാം അറിഞ്ഞും പഠിച്ചും മുന്നോട്ട് പോകണം. അതുകൊണ്ടാണല്ലോ ഒരുപാട് നല്ല നല്ല ആളുകൾ ഒരുപാട് യാത്ര ചെയ്തിരിക്കുന്നതും അവർക്ക് ആ യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടാണ് അവരവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ആത്മീയപരമായ കാര്യങ്ങൾ എല്ലാം അവർ നേടിയെടുക്കുന്നത് യാത്രകളിലൂടെ ഒരുപാട് സാധിക്കും. അത് പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് എത്രമാത്രം പോസിബിളാണ് ഒറ്റയ്ക്കുള്ള നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അല്ലാതെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലുള്ളതും അവർക്കൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പരിചയങ്ങൾ, ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് നേടിയെടുത്ത അറിവ് അത് ജീവിതം അനുഭവിച്ച് അതുപോലെ നോക്കിക്കാണുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാനും ഒരേ രീതിയിലുള്ള ബുദ്ധിയും കാര്യങ്ങളും ഒന്നും ആവണമെന്നില്ല. അപ്പോൾ അറിവുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണോ അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അത് വലിയ നല്ല നമുക്ക് അറിവുകൾ കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ആളൊന്നുമില്ല, പക്ഷേ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് ബുക്സ് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ എനിക്കിഷ്ടമാണ്. അതങ്ങനെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ യാത്രകളിൽ നിന്നുള്ള അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ നല്ല സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, ആ നാട്ടിലെ ഭക്ഷണം കഴിക്കലല്ല, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള കുറച്ച് മനുഷ്യരെ കാണലല്ല. യഥാർത്ഥ യാത്രാനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ദാഹം, വിശപ്പ്, മരണത്തെ മുഖാമുഖം കാണാം. അതിൽ നിന്നുള്ള റബ്ബിൻ്റെ കരുണ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് തരണം ചെയ്ത് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് യഥാർത്ഥ യാത്രാ അനുഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ആ സമയത്ത് അല്ലേ എല്ലാവരും റബ്ബിനെ ഒരുപാട് വിളിക്കും. എന്നാലും എല്ലാം തീർന്നു എന്നും വിചാരിക്കും. എന്നാലും ചെറിയൊരു പ്രതീക്ഷ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു തിരിച്ചു വരവ്, അവിടെയാണ് ആ റബ്ബിൻ്റെ ഒരു പ്രസൻസ്, ആ ഒരു സാന്നിധ്യം അറിയുന്നത്. അതൊക്കെയാണ് യാത്രാനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ. തീർന്നിടത്ത് നിന്നും നമ്മുടെ മിടുക്ക് കൊണ്ടല്ലാതെ നമ്മൾ എല്ലാം തീർന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നേറുന്നത്, ആ ഒരു ജീവൻ്റെ തുടിപ്പ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇത്രയും സുഖമായിട്ടും ഇത്രയും നല്ലൊരു ചുറ്റുപാടിലും ജീവിച്ചിട്ട് എന്തനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്കും തോന്നാം. സത്യമല്ലേ? ഇപ്പോൾ കഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോസ്, എൻ്റെ വ്ളോഗ് കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയൊക്കെ പറയാം, എന്തനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവായിരിക്കും. ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എനിക്കാണ് അറിയുന്നത്. ഞാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ കടന്നു പോന്നു, അതൊരിക്കലും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ തന്നെ അറിയണം. അത് എനിക്ക് മാത്രമാണ് അതിൻ്റെ ആഴം അറിയാവുന്നത്. റബ്ബ് എനിക്ക് കിട്ടേണ്ട എല്ലാ എൻ്റെ അവകാശപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം തടഞ്ഞു വെച്ച്, അത് മറ്റുള്ള മനുഷ്യരാൽ, അതല്ലേ റബ്ബിന് നേരിട്ട് വന്ന് തടയാൻ പറ്റുന്നുണ്ടോ? ബാക്കി ഒരുവിധം രോഗങ്ങളെല്ലാം നമുക്ക് വിചാരിക്കാം അങ്ങനെയാണെന്ന്. ബാക്കി ഒരുവിധം എല്ലാ സാഹചര്യങ്ങളും മറ്റുള്ള മനുഷ്യരാലാണ് നമ്മുടെ അടുത്തേക്ക് അനുഭവങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം തടഞ്ഞു വെച്ചും എല്ലാം തീർന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എല്ലാം തടഞ്ഞു വെച്ചും എന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും എന്താണോ, എനിക്കതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാലും വിശാലമായി ഞാൻ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, അത് വേറൊരു വശം. എന്നാലും നമ്മൾ ദുനിയാവിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഇത്രയൊക്കെ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ തന്നും എന്നെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇത് റബ്ബ് എനിക്ക് തന്നേക്കാണ്, ഞാൻ അതിന് യോഗ്യനാണ്, എനിക്കിത് കിട്ടും, എൻ്റെ കഴിവും പ്രാപ്തി അനുസരിച്ച് ഇത് എനിക്ക് കിട്ടും. അതല്ല ശരിയായ രീതി. അത് നമുക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ കിട്ടുന്നതും ഒരു പരീക്ഷണമാണ്. തടഞ്ഞു വെച്ചും കൂടുതൽ തന്നും പടച്ചവൻ പരീക്ഷിക്കും. അപ്പോൾ അതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളെയും
ഉൾക്കൊള്ളുന്നത്, അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ തലച്ചോറിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ റബ്ബ്, നമ്മുടെ സൃഷ്ടാവ് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും, നമ്മുടെ ഓരോ സെക്കൻഡ്, നമ്മുടെ ചിന്തകൾ എല്ലാം നമ്മുടെ റബ്ബിനറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ പലതരത്തിലും പരീക്ഷിക്കും. അപ്പോൾ ഈ വ്യക്തികളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും ജീവിത സാഹചര്യങ്ങൾ പറയുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനും വിഷമിച്ചിട്ടുണ്ട്, അവരൊക്കെ ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അവർ വിചാരിക്കും ഞാനൊന്ന് നന്നായിരുന്നെങ്കിലെന്ന്, ഞാൻ വിചാരിക്കും അവരൊന്നും മാറിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ഇപ്പോൾ ആരൊക്കെയാണോ നമ്മുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചത്, ഇപ്പം എനിക്കൊരു ഫീലിങ്സും ഇല്ല അവരോടൊന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പടച്ചോൻ്റെ പരീക്ഷണങ്ങളായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ സുഖങ്ങൾ കിട്ടുന്നുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങൾ കിട്ടുന്നുണ്ടോ, അതെല്ലാം റബ്ബിൻ്റെ പരീക്ഷണമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ സമയത്തുള്ള നമ്മുടെ തഖ്വ, അതാണ് പ്രധാനം. നമ്മൾ ആ സമയത്തും റബ്ബിനെ വിളിക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ റബ്ബിനെ വിളിക്കുന്നുണ്ടോ? എത്ര കിട്ടിയാലും റബ്ബിനോട് അൽഹംദുലില്ലാ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് കിട്ടിയാലും റബ്ബേ എനിക്കിത് തന്നല്ലോ, ഞാനിത് അർഹിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോഴാണ് വീണ്ടും വീണ്ടും റബ്ബ് തന്ന് 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 വീണ്ടും വീണ്ടും പരീക്ഷിക്കും. മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് നമുക്ക് തരുമ്പോൾ നമ്മൾ അത്രമാത്രം യോഗ്യരായിട്ടാണ് ഇതെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആളുകൾ കഷ്ടപ്പാടിൽ റബ്ബിനെ വിളിച്ച്, പട്ടിണിയിലും കഷ്ടപ്പാടിലും റബ്ബിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെന്നാ ഇതൊക്കെ കൊടുത്തൂടെ? അപ്പോൾ പല രീതിയിലാണ് നമ്മുടെ പരീക്ഷണങ്ങൾ വരുന്നത്. നമ്മളെ തടഞ്ഞു വെച്ചും തന്നും പരീക്ഷിക്കും. അപ്പോൾ ആരും നെഗളിക്കുകയും വേണ്ട, ആരും സങ്കടപ്പെടുകയും വേണ്ട. അതുപോലെ എൻ്റെ ഇതുപോലെയുള്ള ഏറ്റവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, ഞാൻ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതം തടഞ്ഞു വെച്ചാൽ എത്രമാത്രം തടഞ്ഞു വെച്ചിട്ടുണ്ട്, എത്രമാത്രം ഞാൻ വിഷമിക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഏറ്റവും നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഞാനൊക്കെ ഇത്രയും വയസ്സ് വരെ സുഖമായി ജീവിച്ചു, നിൻ്റെ ജീവിതം ഇവിടെ തീർന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാനൊരക്ഷരം തിരിച്ചു പറഞ്ഞില്ല, ഞാൻ മിണ്ടാതെ അങ്ങോട്ട് പോയി. എൻ്റെ റബ്ബ് ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതം തീരുമോ? ഇല്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എല്ലാം തീർന്നു നിൽക്കുന്ന സമയത്തും ഞാൻ കൂളായിട്ട് നടക്കുന്നത്, എനിക്കൊരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ചെവിയെല്ലാം കൊട്ടിയടഞ്ഞ് നമ്മളല്ല ഒരു യന്ത്രം, ആ രീതിയിലേക്ക് നമ്മൾ മാറും ആ സമയത്ത്. പക്ഷേ നമ്മുടെ ബുദ്ധി, നമ്മൾ വീണു പോകരുത്, അതാണ്. അപ്പോൾ അതിന് ശേഷമാണെങ്കിലും ഞാൻ വിചാരിക്കും, എൻ്റെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട്, എൻ്റെ ചിന്തകളും എനിക്ക് ഒരുപാട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം. ഞാനിങ്ങനെ ചിന്തിച്ച് കാട് കയറി പോവും. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ പോലും അവസരമില്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഏത് അവസ്ഥയിലായിരുന്നിരിക്കണം. അപ്പോൾ എനിക്കിതൊക്കെ പറയാനുള്ള എക്സ്പീരിയൻസും അനുഭവങ്ങളും എല്ലാം ഉണ്ട്. മറ്റുള്ളവർക്ക്, കാണുന്നവർക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നു, ഞാൻ എങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പോന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ എന്തൊക്കെ കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്, എൻ്റെ റബ്ബിനും അറിയാം. അതുപോലെ വ്യക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടും പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ നമ്മൾ തകരും, ഇല്ലേ? ഡിപ്രഷനിലേക്ക് പോവും, സൂയിസൈഡ് ചെയ്യും, എന്തെല്ലാം സംഭവിക്കും അവിടെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാൻ നമുക്ക് നല്ല സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ എന്താണ്, അതുപോലെ വ്യക്തികളെ കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത് അതിൽ നമ്മുടെ മക്കളാവാം,
മക്കളെ കൊണ്ടാവാം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് വെച്ചാൽ ദാമ്പത്യത്തിൽ വരുന്ന താളപ്പിഴകൾ കൊണ്ടുള്ള പരീക്ഷണങ്ങളാവാം. അങ്ങനെ പലതരം പരീക്ഷണങ്ങളാണ് നമുക്ക് വരുന്നത്. സാമ്പത്തികപരമായിട്ട്, രോഗം കൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ഇതിലിപ്പോൾ വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റബ്ബിലേക്കും ഹബീബിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്ന് നിൽക്കാത്ത പക്ഷം നമ്മളെ റബ്ബ് പലതരത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്താ പറയുക, ഒറ്റപ്പെടുന്ന തരത്തിലാവും. ഒറ്റപ്പെടും. അവിടെ നമ്മൾ തളരാൻ പാടുണ്ടോ? അത് തളരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ നമ്മളെ ചതിച്ച് കഴിഞ്ഞ് മീൻസ് അവർക്ക് ഒരു വേറെ ബന്ധമുണ്ടെന്നിരിക്കട്ടെ, അവിടെയും നമ്മൾ പോയി നമ്മുടെ ജീവിതം അവിടെ തീരുന്നില്ല. അതങ്ങനെ തീരില്ല എന്നുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ റബ്ബ് വേണം, നമ്മുടെ ഉള്ളിൽ ഹബീബും അള്ളാഹും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം അവിടെ തീരാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയ ഇണ, നമ്മുടെ പാർട്ട്ണർ ശരിയല്ല, നമ്മുടെ മക്കൾ ശരിയല്ലെങ്കിൽ നമ്മുടെ എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അവരെ കൊണ്ടൊക്കെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും, എല്ലാവരെ കൊണ്ടും പരീക്ഷിക്കും, മാതാപിതാക്കളെ കൊണ്ട് പരീക്ഷിക്കും. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൽബിലേക്ക് ഈ ഒരു നൂറ് കയറിക്കഴിഞ്ഞാൽ ഒന്നും നമ്മളെ തൊടില്ല. ഒരേ സമയം തന്നെ നമുക്ക് വേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 100% ആയിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ കടമകൾ, മക്കളോടുള്ളത്, ഭർത്താവിനോടുള്ളത്, മാതാപിതാക്കളോടുള്ളത്, സിബ്ലിങ്സിനോടുള്ളത് എന്ന് വേണ്ട നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ കൽബിലുള്ളത് അത് 100% സത്യസന്ധമായിരിക്കണം. ഇങ്ങോട്ട് കിട്ടുന്നതല്ല നോക്കേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ളത് സത്യമായിരിക്കണം. പിന്നെ ആരോട് നമ്മൾ കൂടുതൽ അടുക്കണം, നമ്മൾ കൂടുതൽ വേദനിപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പോവാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകന്ന് നിൽക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അത്രയും വെറുപ്പ് കുറയും, അത്രയും പ്രഷർ കുറയും, അത്രയും നമ്മൾ ഫ്രീ ആവും. ചില സാഹചര്യങ്ങൾ നമുക്ക് ഈ വ്യക്തികളെ കാണാതെയോ അകന്നോ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മൾ കാത്തിരിക്കണം റബ്ബിൻ്റെ തീരുമാനത്തിനായി. അവിടെയാണ് നമ്മുടെ ക്ഷമ. എല്ലാവർക്കും എല്ലാം തന്നൊന്നും പരീക്ഷിക്കുന്നില്ല. പല പല കാര്യങ്ങൾ ഓരോരുത്തർക്കും മാറി മാറിയാണ് പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല വിശ്വാസത്തിൽ നമ്മളിരിക്കണം. ഇപ്പോൾ ഭർത്താവൊന്ന് എന്താ പറയുക, പറയുമ്പോൾ നിസ്സാരമാണ്, വാഗൊണ്ട് പറയുമ്പോൾ നിസ്സാരമാണ്. അന്യ സ്ത്രീയുമായി ബന്ധമുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തകർന്നു പോയി. അത് ഉള്ളിൽ സ്നേഹമുള്ളവർക്ക് അതൊരു വേദനയാണ്. അതേസമയം ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ തഖ്വ നമുക്ക് ഹെൽപ്പാവുന്നത്. ഈ ഭർത്താവല്ല നമ്മുടെ ജീവിതം, ഈ മക്കളല്ല നമ്മുടെ ജീവിതം. നമ്മൾ റബ്ബിൻ്റെ സൃഷ്ടിയാണ്. ഇവരെല്ലാം റബ്ബിൻ്റെ സൃഷ്ടികളാണ്. നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാനും നമ്മുടെ കർമ്മങ്ങൾ എന്താണെന്ന് അറിയാനും അതിനെല്ലാം വേണ്ടി കിട്ടിയിരിക്കുന്നതാണ് ഇതെല്ലാം. അത് ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ ശരിക്കും പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ട് തജ്വീദോടുകൂടി ഖുർആൻ ഓതിക്കൊണ്ട് നല്ല രീതിയിൽ ദിക്ർ ചൊല്ലി ഇങ്ങനെ നടക്കൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് കർമ്മമാണ് പ്രധാനം. ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ രീതിയിൽ ജീവിക്കലാണ് നമ്മുടെ പ്രധാനം. അത് ഓതി 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 സ്വർഗത്തിൽ പോവലല്ല, കർമ്മം ചെയ്ത് നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ശ്രമിക്കണം. പല ആളുകളെയും കണ്ടിട്ടുണ്ട്, നമസ്കരിക്കുക, ഖുർആൻ ഓതുക, എല്ലാം അവരുടേതെല്ലാം റെഡിയായി, അതെല്ലാം പെട്ടിയിലാക്കി ഭദ്രമാക്കി. ഇനി എന്നാൽ കുറച്ച് നാട്ടിലുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഇനി അവരൊക്കെ നല്ലതാണോ, അവരൊക്കെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കുമോ? ഇബാദത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഖുർആൻ ഓതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമസ്കാരം എന്തിനാണ്? ഒരിക്കലും ഇതൊരു ആക്ടിവിറ്റി, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ കർമ്മം നന്നാവണം, നമ്മുടെ ഖൽബ് നന്നാവണം, നമ്മുടെ നാവ് നന്നാവണം. അല്ലാതെ എൻ്റെ എല്ലാം ക്ലിയറായിട്ട് ഞാനെല്ലാം പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, ഇനി കുറച്ച് നാട്ടുകാർ മറ്റുള്ളവരുടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ
അമലുകൾ റബ്ബ് സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ആരെയും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കർമ്മം നന്നാക്കുക, അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെല്ലാം വേണ്ടിയാണ് ഇതെല്ലാം നമുക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴികാട്ടിയാണ്, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കർമ്മമാണ്. ആ കർമ്മം നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നതും സലാത്ത് ചൊല്ലുന്നതും എല്ലാം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കർമ്മം നന്നാക്കുക. ആ കർമ്മത്തിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഈ ഭൂമിയിലും നമ്മൾ മരണശേഷവും എല്ലാം അറിയാനും അനുഭവിക്കാനും ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ വേറെ ലോകത്തെത്തിയ പോലെ ഞാനിപ്പോൾ എന്താ പറയുക, അൽഹംദുലില്ലാ ഇത്രയെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ. ഇൻഷാ അല്ലാ ഇന്ന് ഇത്രയും മതിയല്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും പറയുന്നൊന്നുമല്ല. ഇതിപ്പോൾ തന്നെ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് കാണാം. നിങ്ങൾ അന്വേഷിക്കും, നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു ജീവിതമാണ് നമ്മുടെ, അത് നല്ല ഭംഗിയായിട്ട് ജീവിക്കുക. നല്ല തഖ്വയോട് കൂടിയിട്ട്, നല്ല കർമ്മത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.